അവസാനം അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി. ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ പോലും അയാളുടെ സ്ഥാനക്കയറ്റം തടയുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അജിത് കുമാറിൻ്റെ രക്ഷകന്മാർ നടത്തിയ രക്ഷാപ്രവർത്തനമൊന്നും തന്നെ ഉദ്ദേശ രീതിയിൽ ഫലം കണ്ടില്ല. കാരണം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വലിയ ശക്തമായ തോതിൽ ഇയാൾക്കെതിരെ നീക്കമുണ്ടായി. അവർ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയും ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഒരു കാര്യം ആവശ്യപ്പെട്ടാണ്, ഇയാളെങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, നമ്മുടെ സ്വന്തം പാർട്ടിക്കാരെ തല്ലി ചതച്ച് കൊല്ലാൻ വരെ മരിക്കാൻ പോലും സാധ്യതയുള്ള രീതിയിൽ മൃഗീയമായി മർദ്ദിച്ചവരെ രക്ഷിച്ച ആളാണ് ഇയാൾ. മാത്രം ഇയാൾ ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരുത്തനെ രക്ഷിക്കാൻ പോകുന്നത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞാണ്. ഒരു DGP ഒരു ചോദ്യം വിശദമായിട്ടൊരു മറുപടി ചോദിച്ചിട്ട് മെമ്മോ കൊടുത്തിട്ട് 6 ദിവസമായി, ഞാൻ സ്ഥലത്തില്ല, അതുകൊണ്ട് ഞാനൊരു ഇടക്കാല മറുപടിയാണ്, അതാണ് നമ്മൾ കോടതിയുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഇടക്കാല മറുപടി അവതരിപ്പിച്ചിരിക്കുന്നു, കൊടുത്തിരിക്കുന്നു. അതിനൊപ്പം ഞാനിതിൻ്റെ വിശദമായ കാര്യങ്ങൾ പിന്നാലെ തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഇടക്കാല മറുപടിയിൽ തന്നെ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാണ്. ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഞാൻ അവിടെ ഇല്ലായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ, ഞാൻ വയനാട്ടിലായിരുന്നു, എനിക്കിതുമായിട്ടൊരു ബന്ധമില്ല, എൻ്റെ ഓഫീസിൽ ഒരുപാട് ജീവനക്കാരുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്, അവരിൽ ആരെങ്കിലും ചെയ്താൽ ഞാൻ ഇതിന് ഉത്തരവാദിയല്ല എന്നുള്ളൊരു മറുപടി. ഇത് കൂടുതലൊന്നും പറയാൻ അദ്ദേഹത്തിന് ഇല്ല. പക്ഷേ എന്താണ് പ്രശ്നം, ഇയാൾക്ക് ചാർജ് മെമ്മോ കൊടുക്കും. ചാർജ് മെമ്മോ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അച്ചടക്ക നടപടി ആരംഭിച്ചു എന്നാണ്. അപ്പോൾ എന്താണ് ഈ വരാൻ പോകുന്നത്, ഇയാളെ സസ്പെൻഡ് ചെയ്യില്ല. സസ്പെൻഡ് ചെയ്താൽ എന്താണെന്നറിയാമോ, എന്താണെങ്കിലും ഒരു സസ്പെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇയാൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോവും. അവിടെ തുടക്കത്തിൽ ഇതിനെ ഈ സസ്പെൻഷനെ എന്താ പറയുന്നത്, അതിനെ സ്റ്റേ ചെയ്തുകൊണ്ട് വരും, സ്റ്റേ ചെയ്യും. ആ സ്റ്റേ ചെയ്ത് കഴിയുന്ന പുള്ളിക്ക് നേട്ടമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ അങ്ങനെ ഒരു മണ്ടത്തരത്തിന് മുതിരുന്നില്ല. പകരം ഒരു ചാർജ് മെമ്മോ കൊടുത്തുകൊണ്ട് ഇങ്ങേർക്കെതിരെ അന്വേഷണം വകുപ്പ് തല നടപടി ചെയ്യാൻ. അപ്പോൾ വകുപ്പ് തല നടപടി നടക്കുമ്പോൾ ഒരിക്കലും പ്രൊമോഷൻ കിട്ടില്ല. ഈ മാസം 31-നാണ് നിതിൻ അഗർവാൾ ഫയർഫോഴ്സ് DGP വിരമിക്കുന്നത്. ആ തസ്തികയിലേക്ക് ഇയാൾ വരും, DGP ആയിട്ട് വരും എന്നാണ് കരുതുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കോളടിച്ചു പോകുന്ന ഒരാളുണ്ട്, അത് ശ്രീജിത്താണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ശബരിമലയിൽ ഏറ്റവും കൂടുതൽ വേലത്തരം കാണിച്ചവനാണ് അജിത് കുമാർ. ശബരിമലയുടെ പേരിൽ പൊട്ടിക്കരഞ്ഞവനാണ്, നടയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞവനാണ് ശ്രീജിത്ത്. ശ്രീജിത്തിൻ്റെ കരച്ചിലിൻ്റെ വ്യാപ്തിയും അതിന് പിന്നിലുള്ള കാരണങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ശരി, ഇപ്പോൾ ശ്രീജിത്തിനെ മിക്കവാറ് അയ്യപ്പൻ കടാക്ഷിക്കുന്ന ലക്ഷണമുണ്ട്. ഇയാളില്ലെങ്കിൽ അടുത്ത ചാൻസ് ശ്രീജിത്തിനാണ്. അങ്ങനെ ഈ അജിത്തിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ ശ്രീജിത്തിനാണ് ചാൻസ് സാധ്യതയുള്ളത്. അപ്പോൾ ശ്രീജിത്തിന് കോളടിക്കുന്ന ഒരു ലക്ഷണമുണ്ട്. ഇത് നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ഈ അജിത് കുമാർ ഇപ്പോൾ കൊടുത്തതായി പറയപ്പെടുന്ന വിശദീകരണം, ഈ വിശദീകരണത്തിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ബാലിശമാണ്. മാത്രമല്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ പോലീസിൽ ഇത്ര ഉന്നതന ഉദ്യോഗസ്ഥനെ ബാക്കി ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെടാൻ മാർഗമൊന്നുമില്ലേ? ഇയാൾ വല്ല ഫോണൊന്നും ഇല്ലാത്ത രാജ്യത്താണ് ജീവിച്ചിരുന്നത്. ഒന്നുമല്ല, നമുക്കിന്ന് ഓൺലൈനിൽ നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ടെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടത്താമെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഭരണാധികാരികൾ പോലും മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർക്ക് അവിടെ നിന്നുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടല്ലോ. പിന്നെ ഒരു ADGP കാണാൻ ബുദ്ധിമുട്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നത് എന്താണ്, ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു ADGP എൻ്റെ ഓഫീസിൽ നടക്കുന്ന ഒന്നും ഞാൻ അറിയുന്നില്ല. കൃത്യാന്തര ബാഹുല്യം കാരണം എല്ലാം മറന്നുപോയി എന്നുള്ളതായിരിക്കും. അപ്പോൾ എൻ്റെ ഓഫീസിൽ നടക്കുന്ന ഒന്നും ഞാൻ അറിയത്തില്ലെങ്കിൽ ഇയാൾ പിന്നെ ആ തസ്തികയിലെന്നല്ല, അയാൾ ഒരു തസ്തികയിലും ഇരിക്കാൻ യോഗ്യനല്ല, ആണോ? കാരണം അപ്പോൾ പക്ഷേ എന്താണ് ഇയാളെ കുടുക്കിയിരിക്കുന്ന പ്രശ്നം എന്താണെന്നറിയാം. ഇയാളുടെ മൊഴി ഒഴിച്ച് ബാക്കി ഉദ്യോഗസ്ഥരെല്ലാം മൊഴി പരസ്പര പൂരകങ്ങളാണ്, കോറിലേറ്റ് ചെയ്യുന്നതാണ്. അതായത് ആലപ്പുഴയിൽ ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ADGP ക്രമസമാധാനം ആ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് കേസ് ഫയൽ വാങ്ങി തിരുത്തിയിട്ട് റഫറൽ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്നു. ഇതെല്ലാം 2 ഗ്രേഡ് SIമാർ ചെയ്തു. ശ്രീകാന്തും 2 ഗിരീഷും, ഇവർ 2 പേരും കൂടി ചെയ്തു എന്നാണ് ഇയാൾ പറയുന്നത്. ADGP പറയുന്നത്. കാരണം അപ്പോൾ ADGP അല്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മനസ്സിലായില്ലേ? അവിടെ ഈ 2 അപ്പോൾ ഈ കേരളത്തിൽ നടന്ന സകല അട്ടിമറികളും സകല കള്ളക്കേസുകളും എല്ലാം ഉണ്ടാക്കിയത് ഈ ശ്രീകാന്തും ഗിരീഷുമായിരിക്കും. അവരാണല്ലോ. പിന്നെ അജിത് കുമാർ അല്ലെങ്കിൽ പിന്നെ ഇവർ 2 പേരുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഇവർ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇദ്ദേഹം ADGP ആയിട്ട് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. അയാളുടെ അപ്പുറം ഇപ്പുറം നിന്ന് ഒപ്പിടറോ അജിത്ത് എന്ന് പറഞ്ഞ് ഇവർ 2 പേരും കൂടെ തോന്നുന്നു ഒപ്പിടിക്കും. അവസാനം പ്രത്യേക അന്വേഷണ സംഘം വന്ന പേര് പൊട്ടിക്കരഞ്ഞു എന്നാണ് 2 പേരും കൂടെ. അതെ, പൊട്ടിക്കരഞ്ഞു. പിന്നെ മാത്രമല്ല, അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരാൾക്കും പുറമേ നിന്ന് നോക്കുന്ന ഏതൊരാൾക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും അജിത് കുമാർ കള്ളനാണ്, ഇയാൾ കള്ളമാണ് പറയുന്നതെന്ന്. 4 ഉദ്യോഗസ്ഥർ ഒന്നിച്ചു പറയും. അതിൽ 2 പേർ അജിത് കുമാറിൻ്റെ കിങ്കരന്മാരാണെന്ന് ഓർത്തു.
അതെ അതെ. MR അജിത്കുമാറിന്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം വെച്ചിരിക്കുന്ന 2 കിങ്കരന്മാരാണ്. ഈ കിങ്കരന്മാരാണ് മൊത്തം ആൾക്കാരെയും വിളിച്ചു വരുത്തി ഫയർ ചെയ്യുന്നത്. DYSP വരട്ടുന്ന ഗ്രേഡ് SI അതെ, ഇവന്മാർ ആനപ്പുറത്താണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇവന്മാർ എന്ത് പറ്റി, ആനയുടെ പുറത്തും താഴെ ഇറങ്ങി. അപ്പൊ ഇവന്മാർക്ക് ഈ ആനയും പേടിയില്ല, ഈ പറയുന്ന മേലുദ്യോഗസ്ഥനെ ഒന്നും അവർ പേടിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹം അവർക്ക് കാണുമല്ലോ. അതെ, അപ്പോൾ ഇപ്പൊ അവർക്ക് ഇനിയിപ്പോൾ മനസ്സിലായി MR ഇനിയും കൂടി വന്നാൽ ഇത്ര നാളെ സർവീസുള്ളൂ, അല്ലെ ഞങ്ങൾക്ക് ഇത്ര നാളെ സർവീസുള്ളൂ, ഇയാളെ ഞങ്ങളെ ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി അല്ലേ തന്നെ ഇയാൾ ഒരിക്കൽ ഈ സർക്കാരിന്റെ അത് ഈ വരുന്ന 5 വർഷത്തേക്ക് ഇയാൾ ഒരു പോസ്റ്റ് പിണറായി വിജയനെ പോലെ സ്വന്തം പാർട്ടിയിൽ ആർക്കും വേണ്ട. അപ്പം ആ സ്ഥിതിക്ക് ഇവര് സത്യം പറയാൻ തീരുമാനിച്ചു. ആ സത്യം അവർ വിളിച്ചു പറഞ്ഞു. അത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരു പിന്നെ റിപ്പോർട്ട് എഴുതി ADGPക്ക് കൊടുത്തിട്ട് DGP കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ എന്തായാലും DGP ഈ റിപ്പോർട്ട് ഇന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും. അത് കൈമാറുന്നത് പുറകെ ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി ആരംഭിക്കും. ഇയാളെ സസ്പെൻഡ് ചെയ്യേണ്ട കേസാണെങ്കിൽ സസ്പെൻഡ് ചെയ്യും. എന്താണെങ്കിലും സസ്പെൻഷനും അച്ചടക്ക നടപടിയും കൂടെ ഒന്നിച്ച് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ബുദ്ധിപൂർവ്വം നീങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ ഏത് കോടതികളാണെങ്കിലും നമ്മൾ ആദ്യം കൊണ്ടൊരു കേസ് കൊടുത്താൽ ആദ്യം ഒരു സ്റ്റേ ചെയ്യും. പിന്നെ അത് പരിശോധിച്ച് വരണമെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം ആയിരിക്കും അടുത്ത ഹിയറിംഗ് വയ്ക്കുന്നത്. അതിനോടകം ഇയാൾ അല്ലെങ്കിൽ ഇതിൽ കയറിപ്പോകും. അതേസമയം വകുപ്പ് തല നടപടി ഉണ്ടെങ്കിൽ അയാൾ കയറി പോകത്തില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ രക്ഷകന്മാരായ BJP-ക്കാരെ വിളിച്ചിട്ട് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാനും പറ്റില്ല. പിന്നെ മാത്രമല്ല വകുപ്പ് തല നടപടി ട്രിബ്യൂണലിൽ തടയാൻ പറ്റില്ല. വകുപ്പ് തല നടപടി ഒരു ഓഫീസിന്റെ ഭാഗമാണ്. ആ ഭാഗത്ത് അയാളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് വകുപ്പ് തല നടപടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞങ്ങൾ നടപടി തുടരുകയാണെന്ന് പറയത്തേ ഉള്ളൂ. എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പായി, ഇയാൾക്ക് DGP ആകാൻ സാധിക്കില്ല. അത് കാലത്തിന്റെ ഒരു കാവ്യനീതി എന്നോ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ഫലമെന്നോ ഒക്കെ പറയാം. ഇയാളാൽ ദ്രോഹിക്കപ്പെടാത്ത ഒരു മനുഷ്യരും ഈ ട്രാക്ടറിൽ കയറി ശബരിമല പോയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. ഏറ്റവും വലിയ അട്ടിമറി ഇയാൾ നടത്തിയത് തൃശ്ശൂർ പൂരം അട്ടിമറിച്ചു. ആ തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ വേണ്ടി ഇയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത്. അതിന്റെ പേരിൽ അന്ന് CPI എതിർത്തെങ്കിലും പിണറായി വിജയൻ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയായിരുന്നു. ഇയാള് പിണറായി വിജയന് വേണ്ടി രാജാവിനേക്കാൾ വലിയ രാജഭക്തി, പിണറായി വിജയൻ പോലും അറിയാതെയാണ് ഇയാൾ സ്വപ്ന സുരേഷിനെ ഡീൽ ചെയ്യാൻ ഒരു മാധ്യമപ്രവർത്തനമായിട്ട് പോകുന്നത്. അതിൻ്റെ വിവരങ്ങൾ മൊത്തം പുറത്തു വന്നതിന് പിന്നാലെ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ രാജ്യത്തെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് മാറുന്നു. അയാൾ ഇവിടുത്തെ കിരീടം വയ്ക്കാത്ത രാജാവായിട്ട് മാറുന്നു. അയാൾ ഇറങ്ങി നാട് മുഴുവൻ ഭരിക്കുകയാണ്. പിണറായി വിജയൻ പോലും ഭരിച്ചിട്ടില്ല കേരളം ഇത്രയും ഭംഗിയായിട്ട്. ശശിയും MR അജിത്കുമാറിനാണല്ലോ കേരളം ഭരിച്ചത്. അതെ, ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങുന്നു. അവർക്ക് വിരോധമുള്ളവരെ കള്ളക്കേസിൽ കൊടുക്കുന്നു, മാധ്യമപ്രവർത്തകരെ ഫോൺ പിടിച്ചുകൊണ്ട് പോകുന്നു, മാധ്യമപ്രവർത്തകർക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുന്നു, പല വിധത്തിലുള്ള പരിപാടികളാണ്. ഇയാള് ഫോൺ ചോർത്താത്ത മാധ്യമപ്രവർത്തകർ വിരളമാണ് കേരളത്തിൽ. പിണറായിയുടെ ഫോണും ചോർത്തിക്കാണ് ഉണ്ട്, എല്ലാവരുടെയും ചോർത്തിട്ടുണ്ട്. അത് ഈ അജിത് കുമാർ ഫോൺ ചോർത്തലിൽ വിദഗ്ധനാണ്. ഇയാൾ പല കേസിലും ഇതുപോലെ ഈ ഫോൺ നമ്മുടെ ഫോൺ ഈസി ആയിട്ട് പോലീസിന് ചോർത്താം. അവരിപ്പോഴും ചെയ്യുന്നുമുണ്ട്. ഓരോ അവർ ലക്ഷ്യമിടുന്ന ആൾക്കാരുടെ ഫോൺ അവർ കൃത്യമായിട്ട് ചോർത്തും. ആ ഫോൺ ചോർത്തൽ എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണ്. അത് ഒരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. പക്ഷെ പോലീസിനാകാം എന്ത് പേരിൽ ഞങ്ങൾ ഇയാളെ സംശയിക്കുന്നു എന്ന പേരിൽ നമ്മൾക്ക് സ്വകാര്യമായിട്ടുള്ള സംഭാഷണങ്ങളുണ്ടാകും, സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. നമ്മൾ പല പല കാര്യങ്ങൾ ഈ ഫോണിലൂടെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്താണ് ഈ നെറ്റ്വർക്കിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തെ വിശ്വസിച്ച് പറയുന്നതാണ്. അത് കയറി ചോർത്തുക എന്ന് പറഞ്ഞാൽ അല്ലെ അയാളൊരു കുറ്റവാളിയായിരിക്കും. ഇപ്പം ഒരാൾ ഒരു അക്രമം നടത്തി പോയി, ഇപ്പം ആ പോകുന്ന വഴിക്ക് ഭാര്യയുടെയും മക്കളുടെയൊക്കെ ഫോൺ നിരീക്ഷണത്തിൽ വയ്ക്കാം, ചോർത്താൻ പറ്റില്ല, നിരീക്ഷണത്തിൽ വയ്ക്കാം. എവിടെ നിന്നെങ്കിലും കോൾ വരുന്നുണ്ടോ, എഴുതി വരുന്നുണ്ടോ. ഇനി അത്ര കഠിനമാണെങ്കിൽ മാത്രം ഇത് ഈ ഓവർ ഹിയർ ചെയ്യാം, അല്ലാതെ വേറെ ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇയാൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ്. എല്ലാ മാധ്യമപ്രവർത്തകരെയൊക്കെ സംശയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ ഫോൺ ഇയാൾ ചോദിച്ചു. പിണറായിയുടെ മുഴുവൻ കച്ചവടത്തിന്റെ അതുകൊണ്ടാണല്ലോ അയാൾ ഈ പറയുന്ന ഷാജ് കിരൺ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനുമായിട്ട് സ്വപ്ന സുരേഷിനെ ഡീൽ ചെയ്യാൻ പോയി നാറി പുഴുത്ത് വന്നു കഴിഞ്ഞ പുറകെ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. പിന്നീട് ഒരു വിധത്തിലും ഇയാളെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് അയാളെ പിണറായി വിജയൻ കൈവിടുന്നത്, ക്രമസമാധാന ചുമതലയിൽ നീക്കുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ശബരിമല വിഷയം തന്നെ നമുക്കറിയാം. ഇയാൾ ഈ ശബരിമലയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. P. വിജയൻ തുടങ്ങി വെച്ചു എന്നുള്ള ഒറ്റ പേരിലാണ് പുണ്യം പൂങ്കാവനം പദ്ധതി അയാൾ അവിടെ തീർത്ഥാടകരെ തല്ലാൻ ഉത്തരവ് കൊടുത്തു. തീർത്ഥാടകരെ അടിച്ച് വലിയ വിഷയമായി. അതൊക്കെ പോട്ടെ, ഇയാൾ നിരോധിത മേഖലയിലൂടെ ട്രാക്ടറിൽ കയറി തലവഴി മുണ്ട് വിട്ടിട്ട് എന്തിന് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് തലയെ കൂടെ തോർത്ത് വിട്ട് ഇങ്ങനെ കെട്ടി ഒളിച്ചിരുന്ന ഒരു ട്രാക്ടറിന്റെ മുകളിലേക്ക് കയറി കൂനി കൂടി പോവുകയാണ്. എന്നിട്ട് ആ വിഷ്വൽ പുറത്തു വന്നതിൻ്റെ പേരിൽ ഇയാൾ ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP അല്ലാതിരുന്നിട്ട് കൂടി ആ വിഷ്വൽ പുറത്തു വന്നതിൻ്റെ പേരിൽ ഇയാൾക്ക് സംശയമുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം ഇയാൾ ദ്രോഹിച്ചു. അയാൾക്ക് എങ്ങനെയൊക്കെ ദ്രോഹിക്കാം. അവർ ജനിക്കുന്നത് ആളെ ദ്രോഹിക്കാൻ വേണ്ടിയായിരിക്കും. ചില ആളെ സ്വഭാവത്താണ് അവർക്കാരെങ്കിലും ദ്രോഹിച്ചില്ലെങ്കിൽ ഉറക്കാൻ പറ്റില്ല. പിന്നെ ഇവർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴാണ് പ്രശ്നം. റിട്ടയർ ചെയ്താൽ പിന്നെ അവർക്ക് ദ്രോഹിക്കാം. പിന്നെ അയൽക്കാരോ അങ്ങനെയുള്ള ആരെങ്കിലും ബന്ധുക്കളൊക്കെ കിട്ടുള്ളൂ.
അല്ലാതെ പിന്നെ നാട്ടുകാരെ ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല ഇപ്പം ദയനീയമായിട്ട് ഓടി നടക്കുന്നില്ലേ ഓടാൻ ഒരു IPS-കാരൻ്റെ സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ്. അയാളുടെ ഏറ്റവും പൂർണ്ണതയിലെത്തുന്ന ഒരു പോസ്റ്റാണ് DGP എന്ന് പറയുന്നത്. അത് കേരളത്തിലെ ഒരു DGP ആയിട്ട് ഇനിയിപ്പം ക്രമസമാധാന ചുമതലയുള്ള DGP ആയിട്ട് അയാൾ ഇരിക്കുന്നില്ല എന്ന് കരുതുക. പക്ഷേ ആ ഒരു ഗ്രേഡ് ഇല്ലല്ലോ, ഗ്രേഡ് അല്ല, കിട്ടില്ല. ആ തസ്തികയുണ്ടല്ലോ, 4 DGP-മാരാണ്. അതിൽ ഒരാൾക്ക് ക്രമസമാധാനം, ഒരാൾക്ക് ഫയർഫോഴ്സ്, ഒരാൾക്ക് വിജിലൻസും, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഓർക്കുക. അയാളുടെ ആ ജോലിയിൽ അയാൾ എത്തിച്ചേരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്ക് എത്താൻ കഴിയാത്ത വിധം അയാളുടെ കർമ്മങ്ങൾ അയാളെ വേട്ടയാടുന്നു, അത്രയേ ഉള്ളൂ. കലിയുഗ വരദൻ കലിയുഗ വരദൻ ശരിക്കും പണി കൊടുത്തു. ഇയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതുകൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ, ദോഷമല്ലാതെ? അത് അജിത് കുമാർ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുമായിരിക്കും. ഈ പിന്നെ തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ജയിലിൽ പോയി കിടക്കുന്നവരെ തിരിഞ്ഞു നോക്കാത്ത പിണറായി വിജയൻ ഇയാളെ തിരിഞ്ഞു നോക്കുന്ന ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്കറിയാം, റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈയിടെ എല്ലാവരും സോഷ്യൽ മീഡിയ സജീവമായിട്ട് വരും. അവരിൽ 1-2 ഉദ്യോഗസ്ഥർ സ്ഥിരമായി ലക്ഷ്യം വയ്ക്കുന്ന ഒന്ന് അജിത് കുമാറിനെയാണ്, മറ്റൊന്ന് ഹരിശങ്കറിനെയാണ്. ഹരിശങ്കറൊക്കെ വലിയ ഉദ്യോഗസ്ഥനാണ്, ഭയങ്കര സംഭവമാണെന്ന് ഇന്നലെ ചെന്താമരയുടെ കേസിനകത്ത് ആ DYSP പറയുന്നുണ്ട്. ഹരിശങ്കറിനോട് വിധേയത്വമുള്ള ആളായിരിക്കും, ഹരിശങ്കർ വലിയ സംഭവമാണ്, അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിലെന്ന്. പക്ഷേ ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ പേരുദോഷം ഉണ്ടാക്കിയ 2 ഉദ്യോഗസ്ഥരാണ്. അതെ, ഇവർ 2 പേര്. ഇത് നമ്മളായിട്ട് പറയുന്നതല്ല, ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നത് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണല്ലോ. ഇവർ നടത്തിയിട്ടുള്ള പരാക്രമങ്ങൾ, ജനങ്ങൾക്ക് നേരെ നടത്തിയ കയ്യേറ്റങ്ങളും അവർ പിന്നെ ഉപദ്രവിക്കാൻ നടന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിൻ്റെ ചെയ്തതിൻ്റെ പ്രവൃത്തിയുടെ ഫലം നമുക്ക് എന്നാലും കിട്ടും. ഇവരെല്ലാം അതിനെ വാങ്ങിച്ചു കിട്ടിയല്ലോ. അതെ, ഇപ്പം മനസ്സിലായില്ലേ? അതിനെ വാങ്ങിച്ചു കിട്ടി അയ്യപ്പനോട് കളിക്കാൻ പോയി അയ്യപ്പൻ പണി കൊടുത്താണെന്ന് വിശ്വാസികൾ പറയും. ഹരിശങ്കറിൻ്റെ പിതാവ് ജയിലിൽ പോയി കിടന്നില്ല. അതെ, അതുപോലെ ഈ പറയുന്ന MR അജിത് കുമാർ അതിൻ്റെ സകല പണിയും പാടി. ആരായിരുന്നു അദ്ദേഹം ഒരു കാലത്ത്? അതെ, കിരീടം ചെങ്കോലും ഇല്ലാതെ രാജാവായിരുന്ന ആളാണ്. നമ്മളെയൊക്കെ വേട്ടയാടാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളാണ് MR അജിത്ത്. പക്ഷെ അജിത്ത്, നമ്മളൊക്കെ എവിടെ? അജിത്ത് ഇപ്പോൾ എവിടെ? സത്യസന്ധമായിട്ടും നേർവഴിക്കും മാധ്യമപ്രവർത്തനം നമ്മൾ ആ കൃത്യമായ ആ വഴി കൂടെ തന്നെ പോകുന്നുണ്ട്. ഒരു ചുക്കും സംഭവിച്ചില്ല. കുറച്ചു കാലം നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ സാധിച്ചു, അത്രയേ ഉള്ളൂ. ബാക്കി എന്ത്? ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. എന്തായാലും അജിത്തിൻ്റെ ഈ സ്ഥാനലബ്ധി നഷ്ടത്തിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയാതിരിക്കും. ജനങ്ങളെ ഒന്നടങ്കം ആ ജനങ്ങളോടൊപ്പം നമ്മളും സന്തോഷിക്കും.